പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയ വിശേഷമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോന്ന് കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പൊ 2 പെൺകുട്ടികളല്ലേ ഇപ്പൊ അടുത്ത്, ഒന്ന് മരിച്ചുപോയി, മറ്റാളെ മരിച്ചതിന് തുല്യാക്കി അല്ലേ. ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ ഇത്രയും 5-6 മാസം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് ഇവര് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി കല്യാണം കഴിച്ചതിന് ശേഷം പിടിച്ചില്ല, ഉപേക്ഷിച്ച് പോവുക മാത്രല്ല ചെയ്തത്. ആ കുട്ടി ട്രാൻസ്ജെൻഡറാന്ന് പറഞ്ഞു. അത് പറയാനൊന്നും ഒരു മടിയുമില്ല. അത് ആ കുട്ടിയുടെ ജീവിതം കൊണ്ടുപോയി എനിക്ക് വേണ്ട, ശരി, ഉപേക്ഷിച്ചു. ആ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം നമ്മൾ തല്ലിയുടക്കുന്നത് എന്തിനാണ്? എന്ത് പ്രതികാരമാണത്? ഭയങ്കര കഷ്ടം. അപ്പോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കും ഒരു മോളുള്ളതാണ്. അപ്പൊ ഞാനും പറഞ്ഞു പോവാണ്, നമ്മുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മറ്റേ കുട്ടി, ആ കുട്ടി സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നും പീഡനം, ജോലിയില്ല എന്ന് പറഞ്ഞ് പീഡനം. ആ കുട്ടി പഠിച്ചിട്ടുണ്ട്, ജോലിയായി വരട്ടെ. 25 വയസ്സായിട്ടുള്ളോ, 25 വയസ്സാകുമ്പോഴേക്കും ജോലിയാണെന്ന് വല്ല നിർബന്ധം ഉണ്ടാ? അല്ലെങ്കിൽ പിന്നെ ജോലിയുള്ള ആളെ കല്യാണം കഴിക്കണം അല്ലേ? ആ കുട്ടിക്ക് ഒരു സൗന്ദര്യത്തിന്റെ കുറവ് ഞാൻ കണ്ടില്ല. ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ആള് എന്ത് സൗന്ദര്യമാണ്? എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനൊക്കെ എന്ത് സൗന്ദര്യാണത്? ഞാൻ പറയുന്നത് സൗന്ദര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോ സൗന്ദര്യങ്ങൾക്ക് പ്രത്യേകതകൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും എല്ലാവരും മനുഷ്യരാണ്, അപ്പൊ എനിക്ക് സൗന്ദര്യം എന്താ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സൗന്ദര്യത്തിന്റെ അല്ല നോക്കേണ്ടത്. ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. ഒരു പ്രാവശ്യം കല്യാണം വേണ്ടാന്ന് വെച്ച് പോയിട്ട് പിന്നെ വന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പൊ അവൻ നന്നായി ആലോചിച്ച് തീരുമാനിച്ചിട്ട് കഴിച്ചതാണ്, അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് വന്ന് കഴിച്ചു എന്നല്ല. ആ കഴിച്ചാകുമ്പോ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ്. ആ സൗന്ദര്യം എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അല്ലെ. പിന്നെ പെട്ടെന്ന് എവിടുന്നാണ് ഈ സൗന്ദര്യത്തിന് ഇല്ലാണ്ടാവുന്നത്? അതൊന്നല്ല, പൈസയുടെ കുറവ്. പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് സൗന്ദര്യമൊക്കെ തന്നെ വരും. ജോലി ഉണ്ടായിട്ടൊരു 10-25,000 രൂപ 30,000 രൂപ കയ്യിൽ കൊണ്ട് കൊടുത്തു നോക്കിയേ, അപ്പൊ സൗന്ദര്യമൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവും. ഈ പൈസ തന്നെ പ്രശ്നം. പിന്നെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് ആ ചെറുക്കനെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്റെ മക്കളെ, നമ്മൾ കല്യാണം കഴിക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം കല്ലാക്കരുത്. തിരിച്ചങ്ങോട്ട് കുട്ടികളും പെൺകുട്ടികളും അങ്ങനെയുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഞാൻ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഈ പെൺകുട്ടി പോവാണ്. എല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ വീട് പോലെയല്ല അവരുടെ വീട്, ഇവിടുത്തെ ആൾക്കാരെ പോലെയല്ല അവിടുത്തെ ആൾക്കാര്. ഇവിടുത്തെ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് കല്യാണം കഴിയുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ വീട്ടിലത്തെ പല കാര്യങ്ങളും അറിയില്ല, അവര് പഠിക്കുന്ന ഒരു ഇതിലാണ്. അപ്പോഴാണ് ഈ കല്യാണം കഴിയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ 18 വയസ്സായ കുട്ടീനെ വീട്ടില് പാചകങ്ങളൊക്കെ പഠിപ്പിച്ച് അമ്മ നിർത്തിയിട്ടുണ്ടാവും, അവരെ കല്യാണം കഴിക്കുക. അപ്പൊ ബുദ്ധിമുട്ടില്ല. അപ്പൊ വരുമ്പോഴേക്കും തേച്ച് അലക്കി മിനുക്കി അവരവിടെ വെക്കും. കാരണം അതാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ്, ജോലിക്ക് പോണവരാണ്. അപ്പൊ ഈ അടുക്കള പണിക്ക് മാത്രമല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ അമ്മമാര് വീട്ടിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പണിയുണ്ട്, അപ്പൊ അവര് പണിയെടുത്തോട്ടെ. ജോലി കഴിഞ്ഞ് വരുമ്പോ ക്ഷീണാണ്, അപ്പൊ നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. ചിലപ്പോ അവര് പഠിച്ചിട്ടുണ്ട്, അവർക്ക് അറിയാൻ ചെയ്യാനൊക്കെ അത്യാവശ്യം. പക്ഷെ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഇതൊക്കെ ചെയ്യണം. നമ്മളൊരു 25 കൊല്ലം ദാമ്പത്യ ജീവിതം കഴിഞ്ഞിട്ട് ചെയ്യണ ആളുടെ പോലെ ഈ കുട്ടി അവിടെ ചെയ്യണമെന്ന് പറഞ്ഞാല് നടക്കും? അത് നിങ്ങളുടെ മക്കൾക്കും നടക്കില്ല. അത് നമുക്ക് വെറുതെ തോന്നും അങ്ങനെ. അപ്പൊ അതെന്തെങ്ങനെ? ഈ കുട്ടിയൊന്നും അറിയൂല, ഒന്നും ചെയ്യൂല. അതങ്ങനെയല്ല, അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യട്ടെ. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോ അവർ ശരിയാവും. അതിനുള്ള ക്ഷമ ആർക്കൂല. ഇത് ആദ്യം തൊട്ടേ തുടങ്ങും. മകന്റെ അടുത്ത് പ്രശ്നങ്ങള് അപ്പൊ തുടങ്ങി, എന്റെ ഭാര്യക്ക് കഴിവില്ല, ജോലിയില്ല. അല്ലെങ്കിൽ പിന്നെ കുറെ ജോലിയായിട്ട് പൈസ കുറെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇതൊക്കെ മൈനസ് ആയിട്ട് കിട്ടുക. അപ്പൊ അതറിയാവർക്ക് എങ്ങനെയാണ്. അങ്ങനെയുണ്ട് ഒരു വിഭാഗം. പൈസ തന്നെ മാനദണ്ഡം. കുറെ വിഷമിക്കുന്ന കുട്ടികള്. നിങ്ങളുടെ പോലെ തന്നെയാണ്, എല്ലാവരും മനുഷ്യരാണ്. അവരൊരു യന്ത്രമൊന്നല്ല.
കൊറേ വന്നു, അപ്പൊ തന്നെ പണികൾ കൊടുത്തു. അപ്പോഴേക്കും അങ്ങനെ അപ്പൊ അവരെ കാണുമ്പോ ചിരിക്കലും ഇവരെ കാണുമ്പോ ഒരു പ്രത്യേകതയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അത് പിന്നെ കുറെ കഴിയുമ്പോ അവർക്കും നല്ല ഇത് വരുമ്പോഴാണ് പിന്നെ അവര് കുറച്ച് പറയാൻ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഇവരിട്ടത് വിപ്രസന്നെ അടിപ്പിക്കും. ഞങ്ങള് സ്ത്രീകളാണല്ലോ, ഞാൻ വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചവരാകുമ്പോ നമുക്ക് വീട്ടുപണിയായിരുന്നില്ല നമ്മുടെ പണി, നമ്മൾ പഠിക്കായിരുന്നു. അപ്പൊ പഠിച്ചവരെ കല്യാണം കഴിക്കുമ്പോ ആ വിധത്തിലാണ് ഇവര് ചിന്തിക്കേണ്ടത്. ആൺകുട്ടികള് ഒരു പഠിച്ച പെണ്ണാണ്, ഒരു ജോലിക്ക് പോണ പെണ്ണാണ്. അപ്പൊ അത്ര കാര്യങ്ങള് അവർക്ക് ഈ വീട്ടിൽ നിന്ന് പണിയെടുത്തവരെ പോലെ അത്ര അറിയില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും വിവേകം ഈ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികൾക്ക് ഉണ്ടാവും. ഞാൻ വരുമ്പോഴേക്കും എല്ലാം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുത്ത് സഹകരിച്ച് ജീവിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ പെണ്ണിന് ജോലിക്ക് വിടാൻ പറ്റാത്ത ആണാണെങ്കിൽ അങ്ങനത്തെ ആളെ കല്യാണം കഴിക്കാൻ പാടില്ല. പഠിച്ച കുട്ടീനെ കഴിക്കരുത്. അങ്ങനത്തെ കുട്ടികളെ കിട്ടാനില്ല. എല്ലാ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ച പെൺകുട്ടികളെ കഴിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ ഇത്ര നാൾ പഠിക്കുകയായിരുന്നു. ആ പഠിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് വീട്ടുപണിയായിരുന്നില്ല പണി, അവര് പഠിക്കായിരുന്നു. അപ്പൊ അവര് പഠിക്കണമെങ്കിൽ വീട്ടിൽ വന്ന് അവര് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു വരട്ടെ. അതിനൊരു സാവകാശം കൊടുക്കില്ല. എല്ലാവരും എന്റെ അമ്മ പലഹാരം ഉണ്ടാക്കുമല്ലോ, എന്റെ അമ്മ അത് ചെയ്യലോ, എന്റെ അമ്മ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ അമ്മ ഒരു 45 വയസ്സാകുമ്പോഴാണ് അങ്ങനെയായി മാറുന്നത്. അതുവരെ അവരും ഇങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് അങ്ങനെയാവുന്നത്. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന വെച്ച് അങ്ങനെയല്ല. അത് മനസ്സിലാക്കില്ല. ഈ കുട്ടികൾ അങ്ങനെ ആയി വരട്ടെ, അതിനുള്ള സാവകാശം കൊടുക്കില്ല. ഒരു വീട്ടിലും കൊടുക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ് ബുധനാഴ്ച ഞാൻ അടുക്കളയിൽ കയറിയതാ. ഒരു പെണ്ണൂല്ല അവിടെ, ഞാൻ മാത്രം. കുറെ ജനുണ്ട്, അവർക്ക് മുഴുവൻ വെച്ചുണ്ടാക്കണ്ടേ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു സൃഷ്ടി പോലെയാണ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചോണേ, ഒരു വെപ്പ്. അങ്ങനെയല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തം ഈ കാര്യത്തില്. പിന്നെ ഈ ഇത് എന്താണ് സ്ത്രീധനം, അത് വലിയൊരു ഘടകം. സ്ത്രീധനം ഇങ്ങനെ ആർത്തി പിടിച്ചിരിക്കുക. അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഒരു വിഷയമല്ല, അവർക്ക് ഉണ്ടോ ഇല്ലേ അതൊന്നും വിഷയമല്ല. പെണ്ണിങ്ങനെ കൊടുക്കണം, അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക സ്ത്രീധനം. ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ ഈ പെൺകുട്ടികളുടെ മരണവും വീട്ടിലെ സമാധാനവും ഒക്കെ കൈവരിക്കുക. ഇതൊക്കെ മാറ്റണം. അത് മനുഷ്യൻ തന്നെ മാറണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.